ദുബായിൽ ഏകദേശം 300 കോടി രൂപയുടെ നമ്പർ പ്ലേറ്റ് മാത്രം ഹോൾഡ് ചെയ്തിരുന്ന ആളായിരുന്നു അബു സബ. ബില്ലുന്ദ സാൻ എന്നാണ് ആളുടെ റിയൽ നെയിം. ആളിപ്പോൾ ദുബായിൽ ജയിലിലാണ്. മണി ലോണ്ടറിംഗ് കേസിലാണ് ജയിലിലായത്. ഈ അബു സബ എന്ന് പറയുന്ന ആളുടെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത് ബിൽഡിംഗ് ഡെവലപ്മെന്റ്സ് ആയിരുന്നു, റിയൽ എസ്റ്റേറ്റ് ആയിരുന്നു. അപ്പോൾ ആള് ഒരു പ്രൊജക്ട് റീസെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, സബാ സ്കൈലൈൻ എന്ന് പറഞ്ഞിട്ട് ഷെയ്ഖ് സായദ് റോഡിൽ. ആള് ജയിലായതുകൊണ്ട് അതിൽ വാങ്ങിച്ച പലർക്കും ഇൻവെസ്റ്റേഴ്സിന് പല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം അത് എന്താവുന്ന അറിയത് എല്ലാ എസ്ക്രോയിലേക്കാണെങ്കിൽ പോലും ആ കമ്പനിയുടെ ഓണർ ജയിലിലാവുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും ആ പ്രൊജക്റ്റിനും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ വാങ്ങിച്ച ആളുകൾക്ക് എല്ലാവരും കൂടെ ഒരു കമ്മിറ്റി ഫോം ചെയ്തിട്ട് പ്രൊജക്റ്റിന് വേണ്ടി ഫൈറ്റ് ചെയ്യാന്നുള്ളത് മാത്രമല്ല. അപ്പോൾ അതാണ് ദുബായിൽ ജനറലി എല്ലാം ചെയ്യാൻ പറ്റുന്നത്. ഒരു പ്രൊജക്റ്റ് നമ്മൾ വാങ്ങുമ്പോൾ, അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത്, വാങ്ങുമ്പോൾ റിലയബിൾ ആയിട്ടുള്ള കമ്പനികൾ, റിലയബിൾ ആയിട്ടുള്ള ഡെവലപ്പേഴ്സ്. ഇപ്പോൾ ദുബായിൽ MR അല്ലെങ്കിൽ ദയാർ അല്ലെങ്കിൽ വാസൽ എന്നൊക്കെ പറയുന്നത് ഗവൺമെന്റ് ആണ്. ഞാൻ പറയുന്നത് എല്ലാ പ്രൈവറ്റ് ഡെവലപ്പേഴ്സും മോശമൊന്നുമല്ല. ചൂസ് ചെയ്യേണ്ട എങ്ങനെയെന്ന് പറഞ്ഞാൽ ട്രാക്ക് റെക്കോർഡ് നോക്കണം, എത്ര പ്രൊജക്ട് ഹാൻഡ് ഓവർ ആയിട്ടുണ്ട്. ആ പ്രൊജക്റ്റ് ഒക്കെ പോയി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ബേസിക് ആയിട്ടുള്ള സ്റ്റഡികൾ നടത്താതെ ഒരു പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യരുത് ദുബായിൽ.